ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് വലതുവശത്തെ കള്ളൻ എന്ന മൂവിയുടെ കഥയാണ്. രണ്ട് പെൺകുട്ടികളുടെ കൊലപാതകം. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടിയുടെ മരണത്തിന് ജീവിതത്തിൽ ഒരച്ഛനും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പകരം ചോദിക്കുന്ന അത്ര നിസ്സാരക്കാരനല്ലാത്ത പെൺകുട്ടിയുടെ അച്ഛൻ, ശവപ്പെട്ടിയിൽ അടച്ച മകനെ അന്വേഷിക്കുന്ന അച്ഛന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ മൂവിയുടെ മുഴുവൻ കഥയും കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ CI ആന്റണിയും അയാളുടെ മകൻ ഫിലിപ്പും കൂടി ഒരു ഡോക്ടറിനെ കാണാനെത്തും. അച്ഛനും മകനും തമ്മിൽ സംസാരിച്ചിട്ട് വർഷങ്ങളായി. അച്ഛ എന്ന് പോലും ഫിലിപ്പ് ആന്റണിയെ വിളിച്ചിട്ട് വർഷങ്ങളായിരുന്നു. ആന്റണിയുടെ ഭാര്യ മേരി പ്രസവത്തിനിടെ മരിച്ചു പോയിരുന്നു. ഭാര്യ മരിക്കാൻ കാരണം ഫിലിപ്പാണെന്ന് ചിന്തിച്ച് ഫിലിപ്പിനോട് അയാൾ സ്നേഹം കാണിച്ചിരുന്നില്ല. വളരെ റൂഡായിട്ടാണ് ആന്റണി മകനായ ഫിലിപ്പിനോട് പെരുമാറിയിരുന്നത്. ഡോക്ടർ ആന്റണിയോട് താൻ ഇതുപോലൊരു സ്ട്രിക്റ്റ് ആയ അച്ഛനായതുകൊണ്ട് ഫിലിപ്പ് വലിയ ട്രോമയിലാണെന്നും കടുംപിടുത്തമൊക്കെ വിട്ട് അവനെ കെയർ ചെയ്യുന്ന നല്ലൊരു അച്ഛനാകാനും ഡോക്ടർ ആന്റണിക്ക് അഡ്വൈസ് നൽകും. അവിടെ സീൻ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുക. ദീപ്തി എന്നൊരു പെൺകുട്ടി അവളുടെ അമ്മയുമായി CI ആന്റണിക്ക് ഒരു കംപ്ലൈന്റ് നൽകാനാണ് എത്തിയിരിക്കുന്നത്. ഐറിൻ എന്നൊരു പെൺകുട്ടിയാണ് കംപ്ലൈന്റ് നൽകാൻ ദീപ്തിയെ പ്രേരിപ്പിച്ച് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. രാജീവ് എന്നൊരു പയ്യൻ നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുകയാണ്. അവൻ കുറച്ചു കാലമായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവിനെതിരെ കംപ്ലൈന്റ് നൽകാനാണ് ദീപ്തി സ്റ്റേഷനിലെത്തുക. എന്നാൽ കംപ്ലൈന്റുമായി മുന്നോട്ട് പോകേണ്ട, അവർക്ക് വലിയ ആളുകളാണെന്നാണ് ആന്റണി പറയുന്നത്. പക്ഷേ താൻ ഇത് കംപ്ലൈന്റ് ആക്കുമെന്ന വാശിയിലായിരുന്നു ദീപ്തി. സോ ആന്റണി അടവ് മാറ്റും. നീയും രാജീവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും രാജീവിനൊപ്പം തന്നെ സിജോ എന്നൊരു പയ്യനുമായി ദീപ്തിക്ക് ബന്ധമുണ്ടായിരുന്നെന്നും സംഭവം നടന്ന ദിവസം ദീപ്തി തന്നെയാണ് രാജീവിന്റെ വീട്ടിലേക്ക് പോയതെന്നുമാണ് ആന്റണി ദീപ്തിയുടെ അമ്മയോട് പറയുക. പലരുടെയും കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ച് നിരപരാധികളെ കുടുക്കി കുറ്റവാളികളെ രക്ഷിക്കുകയും ക്യാഷിനു വേണ്ടി യൂണിഫോം ഇട്ട് ചെയ്യരുതാത്ത പല ഇല്ലീഗലായ കാര്യങ്ങളും ചെയ്യുന്നയാളാണ് ഈ ആന്റണി. അയാളുടെ കരിയറിൽ ഒരു കേസ് പോലും സത്യസന്ധമായ രീതിയിൽ അയാൾ ചെയ്തിരുന്നില്ല. ഇതൊക്കെ നുണയാണ്, ഇതല്ല സത്യമെന്ന് ദീപ്തി കരഞ്ഞു പറയുമെങ്കിലും ഇതിനൊക്കെ തെളിവുകളുണ്ടെന്നും നിന്റെ അടുത്ത കൂട്ടുകാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞതെന്നും ആന്റണി പറയും. കേസ് തിരിച്ചുവിട്ട് രാജീവിനെ രക്ഷിക്കുകയായിരുന്നു ആന്റണിയുടെ പ്ലാൻ. ഇതിനുവേണ്ടിയാണ് ആന്റണി ഇങ്ങനെ ഒരു കഥ ദീപ്തിയെ കുറിച്ച് അവളുടെ അമ്മയോട് പറയുന്നത്. ഇനി ഇത് കേസാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേടെന്നും ആന്റണി പറയും. ആന്റണി പറയുന്നത് കേട്ട് കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ദീപ്തിയുമായി അമ്മ സ്റ്റേഷന് പുറത്തേക്ക് വരും. പുറത്തു കാത്തു നിൽക്കുന്ന ഐറിൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത് കേസാക്കുന്നില്ല, കൊച്ചു വരെ പണി നോക്കാനും ദീപ്തിയുടെ അമ്മ ദേഷ്യത്തോടെ അയറിനോട് പറയുന്നുണ്ട്. അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ദീപ്തി കരഞ്ഞു പറയുമെങ്കിലും ഇതൊന്നും വിശ്വസിക്കാൻ അവളുടെ അമ്മ തയ്യാറായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത്, സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് ഇതിനാണോ? ഇതിനും ഭേദം നീയൊക്കെ മരിക്കുന്നതാണ് നല്ലതെന്നും അമ്മ പറയും. തന്നെ വിശ്വസിക്കാൻ അമ്മ പോലും തയ്യാറാകാത്തതിനാൽ റോഡിലൂടെ വരുന്ന ഒരു ലോറിയുടെ മുന്നിലേക്ക് ചാടി ദീപ്തി സൂയിസൈഡ് ചെയ്യും. ഈ സമയം ആന്റണി കേസ് ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇതിനായി 5 ലക്ഷം രൂപയും രാജീവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ആന്റണി മേടിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫിലിപ്പുമായി ആന്റണി ഒരു റെസ്റ്റോറന്റിലിരിക്കുമ്പോൾ ഐറിൻ ദേഷ്യത്തോടെ അങ്ങോട്ടെത്തുന്നുണ്ട്. നിങ്ങൾ കാരണം ഒരു പാവം പെൺകുട്ടി മരിച്ചിരിക്കുന്നു. ദീപ്തിയുടെ രക്തം പുരണ്ട ഡ്രസ്സ് ആ ടേബിളിൽ ഇട്ട് നിങ്ങളിത് തിന്ന്, ഇതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമെന്നും ഐറിൻ പറയും. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ആ ഒരു മാന്യത കാണിക്കണമെന്ന് ഫിലിപ്പ് പറയുമ്പോൾ നീ പോടാ ചെറുക്ക, ആദ്യം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നിന്റെ അപ്പനെ പഠിപ്പിക്കാൻ പറഞ്ഞ ഐറിൻ അവിടെ നിന്നും പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് കുട്ടിക്കാലത്തുള്ള ഐറിന്റെ വീട്ടിലേക്ക് അവൾ എത്തുന്നു. സാമുവലും തെരേസയുമാണ് ഐറിന്റെ അച്ഛനും അമ്മയും. സാമുവൽ ഒരു ഹാക്കറാണ്. ഒരു റിപ്പയറിംഗ് ഷോപ്പാണ് സാമുവൽ നടത്തുന്നത്. ഐറിൻ ഒറ്റ മകളായതിനാൽ തന്നെ അവളെ വളരെ സ്നേഹത്തോടെയാണ് അവളുടെ അച്ഛനും അമ്മയും നോക്കിയിരുന്നത്. കുട്ടിക്കാലത്ത് നിന്നും വർക്ക് ചെയ്യുന്ന കാലടിയിലേക്ക് അവൾ മടങ്ങിപ്പോകുന്നു. തനിച്ച കാറിലാണ് ഐറിൻ പോകുന്നത്. ചെന്നിട്ട് വിളിക്കണം, കെയർഫുൾ ആയിട്ട് പോയി വരാൻ പറഞ്ഞ് സാമുവലും തെരേസയും അവളെ യാത്രയാക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ആന്റണി ഫിലിപ്പിനെ അന്വേഷിച്ച് ഒരു ഹോട്ടൽ റൂമിലെത്തുന്നു. അവിടെ രാജീവുമായി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഫിലിപ്പിനെ കണ്ട് മുന്നും പിന്നും നോക്കാതെ ആന്റണി രാജീവിനെ അടിച്ചോടിക്കും. അവനുമായി കൂട്ടുകൂടരുതെന്ന് പറഞ്ഞ് ആന്റണി ഫിലിപ്പിനെയും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. എന്നാൽ ആന്റണിയെ ചവിട്ടി താഴെയിട്ട് ഫിലിപ്പ് ഓടി രക്ഷപ്പെടും. ഈ സമയം സാമുവൽ പലതവണ ഐറിനെ വിളിച്ചു നോക്കിയിട്ടും ഫോണിൽ കിട്ടിയിരുന്നില്ല. സോ അവിടെ ഉണ്ടായിരുന്ന ഐറിന്റെ മറ്റൊരു ഫ്രണ്ടായ വീണയെ വിളിച്ച് ഐറിന്റെ ഫ്ളാറ്റിലെത്തി ഐറിൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. വീണയും ഐറിന്റെ ഫ്ളാറ്റിലെത്തുമ്പോൾ ഫ്ളാറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. ഈ കാര്യം വീണ സാമുവലിനെ വിളിച്ചറിയിക്കും. സോ സാമുവൽ ഉടനെ ഐറിന്റെ ഫ്ളാറ്റിലെത്തുന്നുണ്ട്. ഐറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതിനാൽ സാമുവൽ ഐറിന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് ചെയ്യാൻ CI ആന്റണിയുടെ അടുത്തെത്തുന്നു. മകൾ ഫ്ളാറ്റിലെത്തിയതിനു ശേഷം എന്നെ വിളിച്ചിരുന്നു, എന്നാൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവൾ രാത്രിയിൽ പുറത്തേക്ക് പോയതെന്നും അതിനുശേഷം അവളെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് സാമുവൽ പറയും. മകളുടെ പേര് ചോദിക്കുമ്പോഴാണ് അത് ഐറിൻ ആണെന്ന് ആന്റണിക്ക് മനസ്സിലാക്കുന്നത്. ഐറിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനാണ് അവർ എത്തിയിരിക്കുന്നതെന്നറിഞ്ഞ് ആന്റണിയും കുറച്ച് അപ്സെറ്റ് ആകുന്നുണ്ട്. ഇത് കോൺസ്റ്റബിൾ ജോണി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഐറിനുമായി ആന്റണി അത്ര രസത്തിലായിരുന്നില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു.
ദീപ്തി എന്ന പെൺകുട്ടിയുടെ കേസിനെ കുറിച്ച് സംസാരിക്കാനായി അവൾ ഇന്ന് എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതായി വീണ പറയുന്നുണ്ട്. ദീപ്തിയുടെ മരണവും അതിന് കാരണക്കാരനായ രാജീവിന്റെ ഭീഷണിയും അവൾക്കുണ്ടായിരുന്നതായി സാമുവൽ ആന്റണിയോട് പറയും. ആ സ്റ്റേഷനിലെ SI ദേവനെ കുറിച്ച് മകൾ പറഞ്ഞിരുന്നു. ദേവനെ കാണാൻ പറ്റുമോ എന്ന് സാമുവൽ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ദേവനെ അന്വേഷിക്കണോ അതോ നിങ്ങളെ മകളെ അന്വേഷിക്കണോ എന്ന് ചോദിച്ച് ആന്റണി സാമുവലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ രാജീവ് വീണയുടെ കസിൻ ആയിരുന്നു. അയറിനോട് ഈ കാര്യം വീണ പറഞ്ഞിരുന്നില്ല. രാജീവ് അവളെ എന്തെങ്കിലും ചെയ്തതാകാമെന്ന് കരുതി നീ എന്താണ് അവളെ ചെയ്തതെന്നും അവൾ എവിടെയാണെന്നും വീണ അവനോട് ചോദിക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ ചില പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്ത് പറ്റിയതാണെന്ന് വീണ ചോദിക്കും. എന്നാൽ എനിക്കൊന്നും പറയാൻ സൗകര്യമില്ല, നീ പുറത്തു പോയെന്ന് പറഞ്ഞ് വീണയെ രാജീവ് ഫ്ളാറ്റിൽ നിന്ന് പുറത്താക്കും. ഐറിൻ SI ദേവനെ കുറിച്ച് സാമുവലിനോട് പറഞ്ഞിരുന്നതിനാൽ സാമുവൽ ദേവന്റെ വീട്ടിലെത്തും. അടുത്തയാഴ്ച ദീപ്തി കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു. ഐറിന്റെ മൊഴി ഈ കേസിൽ വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഐറിൻ ഇല്ലാതായതോടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക SI ആന്റണിക്കാണെന്നും ദേവൻ സാമുവലിനോട് പറയുന്നുണ്ട്. ഐറിനെ മുൻപ് ആന്റണിക്ക് പരിചയമുണ്ടായിരുന്നിട്ടും അവളെ ഒരു പരിചയവുമില്ലാത്ത രീതിയിലായിരുന്നു ആന്റണി തന്നോട് പെരുമാറിയതെന്നും സാമുവൽ പറയും. എന്റെ മോളെ അയാൾ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നൊരു പേടി സാമുവൽ പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ SI ദേവൻ സാമുവലിനെ സമാധാനിപ്പിക്കും. ഐറിൻ മിസ്സിംഗ് ആയ കാര്യം തെരേസ ന്യൂസിലൂടെയാണ് അറിയുന്നത്. ഈ ന്യൂസ് കേട്ട് തെരേസ ആകെ ടെൻഷൻ ആകുന്നു. ഐറിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ആന്റണിയും വിദ്യയും ജോണിയും അവൾ അവസാനമായി വന്ന് മാർക്കറ്റിലെത്തി അന്വേഷിക്കുന്നുണ്ട്. ആന്റണി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഷോപ്പിലെത്തി CCTV വർക്കാണോ എന്ന് ചോദിച്ച് ഐറിൻ മിസ്സായ ദിവസത്തെ CCTV ഫുട്ടേജസ് നോക്കുന്നുണ്ട്. അതിൽ കാറിലിരിക്കുന്ന ഐറിന്റെ അടുത്തേക്ക് ആന്റണി വരുന്നതും നോ പാർക്കിങ്ങിൽ എന്തിനാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുമുണ്ട്. നിങ്ങളിപ്പോൾ മദ്യപിച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഐറിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകും. ആന്റണിയും അവളുടെ പുറകെ പോകുന്നതായും ഈ CCTV വ്യക്തമായിരുന്നു. ഇത് ആന്റണി ഡിലീറ്റ് ചെയ്ത് കളയുകയും പോലീസ് ഇവിടെ എത്തിയാൽ CCTV വർക്കാകില്ലെന്ന് പറയണമെന്നും ആന്റണി ആ ഷോപ്പുകാരനോട് പറയുന്നു. ഐറിന്റെ മിസ്സിംഗിൽ ആന്റണിക്ക് പങ്കുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. എന്നാൽ അന്ന് നൈറ്റ് ആൾതാമസമില്ലാത്ത ഒരിടത്തു നിന്നും ഐറിന്റെ ഡെഡ് ബോഡി പോലീസിന് ലഭിക്കും. ബോഡി തിരിച്ചറിയാനായി സാമുവലും തെരേസയും അവിടെ എത്തും. വളരെ ക്രൂരമായ രീതിയിലായിരുന്നു അവൾ മരിച്ചിരിക്കുന്നത്. അവളുടെ നാവ് മുറിച്ചെടുത്തിരുന്നു. സ്വന്തം മകളെ ഈ അവസ്ഥയിൽ കാണുന്ന ആ മാതാപിതാക്കൾ തകർന്നു പോകും. അവളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഐറിന്റെ മരണം വളരെ ക്രൂരമായ രീതിയിലായിരുന്നെന്നും ഐറിന്റെ നാവും ചൂണ്ടുവിരലും മുറിച്ചെടുത്തിരുന്നെന്നും പറയുന്നുണ്ട്. അവൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു അവളുടെ ശരീരഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിരിക്കുന്നത്. മൂർച്ചയുള്ള എന്തോ കൊണ്ട് മുഖത്തും തലയിലും തുടരെ അടിയേറ്റിട്ടുണ്ടെന്നും പറയും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഐറിന്റെ ശരീരം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്യും. ആന്റണിക്ക് ഐറിനോട് പകയുണ്ടായിരുന്നതിനാൽ ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആന്റണിയെ മാറ്റി പകരം ഫിറോസ് എന്നൊരാളെ ഏൽപ്പിക്കും. ഈ കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചിരുന്ന രാജേഷ് ആണെങ്കിൽ ഐറിന്റെ മരണത്തിന് ശേഷം മിസ്സിംഗ് ആണ്. വിദ്യ അവർ കളക്ട് ചെയ്ത കാര്യങ്ങൾ ഫിറോസിനോട് പറയുന്നുണ്ട്. മഴ കാരണം ഫോറൻസിക്കിന് തെളിവുകളൊന്നും സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയിരുന്നില്ല. ഐറിന്റെ അച്ഛനായ സാമുവൽ ചെറിയ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ് വിദ്യ സാമുവലിനെ കുറിച്ച് ഫിറോസിനോട് പറയുന്നു. കുട്ടിക്കാലത്തെ ഒരു ഓർഫനേജിലായിരുന്നു ഫിറോസ് വളർന്നത്. മറ്റുള്ള കുട്ടികളെക്കാൾ IQ കൂടുതലായതിനാൽ അവർ അവനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു. ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനി സാമുവൽ പഠനത്തിന് ശേഷം തുടങ്ങിയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിൽ ഒരാൾ ഗവൺമെന്റ് സൈറ്റ് ഹാക്ക് ചെയ്യുകയും അത് വലിയ പ്രശ്നമായി കമ്പനി പൂട്ടുകയും ചെയ്തിരുന്നു. വളരെ ഇന്റലിജന്റ് ആയ ഒരു ഹാക്കർ കൂടിയാണ് ഈ സാമുവൽ. സോ മകളെ നഷ്ടപ്പെട്ട അയാൾ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും വിദ്യ പറയും. വിദ്യ പറഞ്ഞതുപോലെ തന്നെ സാമുവൽ മകളുടെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. ഫിലിപ്പ് ആന്റണിയുടെ അടുത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങും. ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ജീവിതം തന്നെ നശിച്ചു പോകും. രാജീവിന്റെ കൂടെ കൂടി നീ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയത്ത് നിന്നെ അടിച്ചുപോയി, നീ ക്ഷമിക്കുക, പോകരുതെന്ന് ആന്റണി പറയുമെങ്കിലും അതൊന്നും കേൾക്കാതെ ഫിലിപ്പ് പോകും. ഐറിന്റെ കേസുമായി ആന്റണിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെ പുച്ഛത്തോടെ ആന്റണിയെ നോക്കിയിട്ടാണ് ഫിലിപ്പ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് രാജീവിന്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് വരും. ഉടനെ ആന്റണി ആ നമ്പർ തിരിച്ചു വിളിക്കുമ്പോൾ രാജീവിന്റെ അമ്മയാകും കോൾ എടുക്കുക. ആന്റണിയുടെ പേരിൽ ഇവിടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് രാജീവിന്റെ അമ്മ പറയും. ഉടനെ ആന്റണി അവിടെ എത്തി അയാൾക്ക് വന്ന പോസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു ഫോൺ ആയിരുന്നു. ആന്റണിയുടെ ഫോണിന്റെ സെയിം ഫോൺ ആയിരുന്നു അത്. അതിൽ ആന്റണി അവന്റെ ഫോൺ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഫോൺ ഓൺ ആകും. അതിൽ ഒരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. സാമുവൽ വളരെ ക്രൂരമായി രാജീവിനെ അടിച്ച് ഒരു ചാക്കിനുള്ളിൽ കെട്ടിവച്ചിരിക്കുന്നു. ചാക്ക് ഓപ്പൺ ചെയ്ത് രാജീവിന്റെ മുഖം വ്യക്തമായി സാമുവൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. രാജീവ് വീട്ടിലെത്തിയെന്നറിഞ്ഞ് ഫിറോസും ഈ സമയം രാജീവിന്റെ വീട്ടിലേക്ക് എത്തും. രാജീവിനെ സാമുവൽ ടോർച്ചർ ചെയ്യുന്നത് കണ്ട് രാജീവിന്റെ അമ്മ ആകെ ഇമോഷണലായി എന്റെ മകൻ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ സാറേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സാമുവൽ കുറെ പട്ടികളെ രാജീവിന്റെ നേരെ അഴിച്ചുവിടുന്നതായി കാണിച്ചാണ് ആ വീഡിയോ അവസാനിക്കുന്നത്.
എന്റെ മകളുടെ മരണത്തിന് കാരണം നീയും രാജീവുമാണ്. അടുത്തതായി എന്റെ ടാർഗറ്റ് നീയാണ് ആന്റണി എന്ന് സാമുവൽ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ആന്റണിക്ക് ഐറിന്റെ മർഡറിൽ പങ്കുണ്ടെന്ന് പോലീസിന് ഇതിലൂടെ മനസ്സിലാകും. ഇതിനെക്കുറിച്ച് ഐജിയും ഫിറോസും ആന്റണിയോട് ചോദിക്കുമ്പോൾ ഐറിൻ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തന്നെയാണ് ആന്റണി പറയുന്നത്. ആന്റണി ഒരു ബ്രേക്ക് എടുത്ത് ഫിലിപ്പുമായി കുറച്ചു സമയം സ്പെൻഡ് ചെയ്യാൻ ഡോക്ടർ പറയുന്നതിനെ തുടർന്ന് 2 ആഴ്ച ലീവ് എടുക്കാൻ ആന്റണി തീരുമാനിക്കും. എന്നാൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ചു മുൻപേ ഒരു കോൾ വന്നിരുന്നെന്നും ഈ ഐറിൻ കേസിലെ പ്രതി കുറച്ചു സമയത്തിനുള്ളിൽ ഈ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുമെന്നായിരുന്നു അതെന്നും ആ റിപ്പോർട്ടർ പറയും. ആ നമ്പറിൽ ആന്റണി തിരിച്ചു വിളിക്കുമെങ്കിലും ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കാണിക്കുന്നത്. ആരായിരിക്കും കില്ലർ എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത് സാമുവലാണ്. രാജീവിനെ കൊന്നതിന് പോലീസ് സാമുവലിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. എനിക്ക് ഒരാളോട് സംസാരിക്കണം, ഫോൺ തരുമോ എന്ന് ആന്റണിയോട് സാമുവൽ ചോദിക്കും. ആന്റണിയുടെ ഫോണിൽ നിന്നും അയാൾ വിളിക്കുന്നത് ഫിലിപ്പിനെയാണ്. ഈ ഫിലിപ്പ് സാമുവലിന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്നെ രക്ഷിക്കണം, ഞാൻ എവിടെയോ ആണ്, എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഫിലിപ്പ് നിലവിളിക്കും. മകനാണ് സാമുവലിന്റെ കസ്റ്റഡിയിൽ എന്നറിഞ്ഞ് ആന്റണി ആകെ ഷോക്ക്ഡാകും. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ എവിടെയാണ് എന്റെ മകനെന്ന് പല ആവർത്തി ആന്റണി സാമുവലിനോട് ചോദിക്കും. എവിടെടാ എന്റെ മകൻ, എന്റെ മകനെ വെച്ച് കളിക്കുന്നോടാ എന്ന് ചോദിച്ച് ആന്റണി സാമുവലിനെ അടിച്ചു നിലത്തിടും. ഉടനെ ആ നമ്പറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും ആന്റണി വിദ്യയോട് പറയും. സാമുവലിനെ ഗൺ പോയിന്റിൽ നിർത്തി എന്റെ മകൻ എവിടെ മര്യാദയ്ക്ക് പറയാനും ആന്റണി പറയും. മരണത്തെ ഭയന്ന് അവൻ എവിടെയെന്ന് ഞാൻ പറയുമെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ച് ഒരു പോയിസണിന്റെ ബോട്ടിൽ അവർക്ക് നേരെ സാമുവൽ ഇട്ടുകൊടുക്കും. സാമുവൽ ഓൾറെഡി വിഷം കഴിച്ചിരുന്നു. ഏറിയ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ ജീവിച്ചിരിക്കൂ എന്നും സാമുവൽ പറയും. സാം പ്ലീസ്, ഫിലിപ്പ് എവിടെയെന്ന് ആന്റണി വളരെ ഇമോഷണലായി ചോദിക്കും. ആന്റണിയും ഐറിൻ കേസിലെ സസ്പെക്ട് എന്ന് പോലീസ് കരുതുന്ന രാജീവും ഒരു ബാറിലിരുന്ന് സംസാരിക്കുന്ന CCTV ഫുട്ടേജസ് ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഇത് സാമുവൽ ആന്റണിയെ ചൂണ്ടിക്കാണിക്കും. മറ്റുള്ള പോലീസുകാർ വളരെ ഷോക്ക്ഡ് ആയിട്ടാണ് ഈ ന്യൂസ് കാണുക. രാജീവും ആന്റണിയും ചേർന്നാകാം ഐറിനെ കൊന്നതെന്ന് അവർക്ക് മനസ്സിലാകും. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് സാമുവൽ മരിക്കുകയും ചെയ്യുന്നു. സാമുവൽ മരിച്ചെന്ന് പുറത്തറിഞ്ഞാൽ കേസ് കോംപ്ലിക്കേറ്റഡ് ആകുകയും ഫിലിപ്പിനെ രക്ഷിക്കാൻ കഴിയാതെയും വരും. സോ സാമുവൽ മരിച്ച കാര്യം പോലീസ് മീഡിയാസിനെ അറിയിക്കില്ല. സാമുവലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. ആന്റണി ഒരു ദുഷ്ടനായ പോലീസുകാരനാണെങ്കിലും ഫിലിപ്പിനെ രക്ഷിക്കാനായി ആന്റണിക്കൊപ്പം നിൽക്കാൻ മറ്റു പോലീസുകാർ തീരുമാനിക്കും. സാമുവൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന വഴികളിലെ CCTV നോക്കാനും ആന്റണി പറയുന്നുണ്ട്. ഫിലിപ്പിനെ ഒരു പെട്ടിയിലാക്കി കുഴിച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത്. ആന്റണി ഫിലിപ്പിനെ വീണ്ടും വിളിച്ച് നീ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കും. എനിക്കറിയില്ല, ഹോസ്റ്റലിൽ നിന്നും വരുന്ന വഴി ഒരാള് വന്ന് കാർ നിർത്തി എന്നോട് വഴി ചോദിച്ചു. പെട്ടെന്ന് അയാള് ഒരു ടവൽ കൊണ്ട് എന്റെ മുഖം പൊത്തുകയും അപ്പോൾ തന്നെ എന്റെ ബോധം പോയെന്നും പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണെന്നുമാണ് ഫിലിപ്പ് പറയുന്നത്. ഇപ്പോൾ ഫിലിപ്പിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്പർ ആരുടെയാണെന്ന് അവർ അന്വേഷിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു കൊന്ന അഹമ്മദ് എന്ന ആളുടെയായിരുന്നു ആ നമ്പർ. ആന്റണി സർവീസിൽ കയറി ആദ്യം അന്വേഷിച്ച കേസായിരുന്നു അത്. അഹമ്മദ് ശരിക്കും നിരപരാധിയായിരുന്നു. അന്നത്തെ MLA മകൻ ചെയ്ത കുറ്റത്തിന് ക്യാഷ് മേടിച്ച് ആന്റണി അഹമ്മദിന്റെ മേൽ ചുമത്തിയാണ് അയാളെ ജയിലിലാക്കുന്നത്. എന്നാൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അഹമ്മദ് സൂയിസൈഡ് ചെയ്തെന്നും ആന്റണിക്ക് മനസ്സിലാകും. ആ കേസിലെ പ്രതിയുടെ അമ്മ അന്നത്തെ MLA ആയിരുന്ന ആ സ്ത്രീയും മിസ്സിംഗ് ആണെന്ന് ആന്റണിക്ക് ഇൻഫർമേഷൻ ലഭിക്കും. ഫിലിപ്പിന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടും ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാമുവൽ സഞ്ചരിച്ച വഴികളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളും ഗോഡൌണുകളും പോലീസ് ഇതിനോടകം സെർച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു തെളിവും അവർക്ക് കിട്ടിയില്ല. ഇപ്പോൾ ന്യൂസ് ചാനലിൽ മറ്റൊരു ന്യൂസ് വരും. അത് അന്നത്തെ MLA ആയിരുന്ന സ്ത്രീ ആ പ്രതിയുടെ അമ്മ എല്ലാ കാര്യങ്ങളും മീഡിയാസിനോട് തുറന്നു പറയുന്നതാണ്. ആക്ച്വലി അഹമ്മദ് ആയിരുന്നില്ല പ്രതിയെന്നും ആന്റണിക്ക് ക്യാഷ് കൊടുത്ത് തന്റെ മകനെ ഞാൻ രക്ഷിച്ചതാണെന്നും അവർ പറയുന്നുണ്ട്. ഇത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. ഒരു നിരപരാധിയെ പ്രതിയാക്കിയതിന് ആന്റണിക്ക് കിട്ടിയ പ്രതിഫലം ആ ക്യാഷ് ആന്റണിയുടെ മുന്നിലേക്ക് എറിഞ്ഞ് വളരെ ഇമോഷണലായി ആന്റണിയുടെ വൈഫ് മേരി ആന്റണിയോട് സംസാരിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന ഈ അനീതിക്ക് ഞാനും എന്റെ കുഞ്ഞുമാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ മേരി പറയും. അപ്പോൾ പ്രഗ്നന്റ് ആയിരുന്ന മേരിക്ക് ലേബർ പെയിൻ വരികയും അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും. എന്നാൽ ആന്റണിയോട് ആ സമയത്തും അവൾക്ക് വെറുപ്പായിരുന്നു. ആ പ്രസവത്തോടെയാണ് മേരി മരിക്കുകയും ചെയ്യുന്നത്. വീണ്ടും റിയൽ ടൈം കാണിക്കുമ്പോൾ വാഗമൺ SI സന്ധ്യ ആന്റണിയുടെ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് ആന്റണിയോട് സംസാരിക്കുന്നുണ്ട്. ആന്റണിയുടെ ഫോണിൽ നിന്നും സാമുവൽ തന്നെ കാണാൻ വന്നിരുന്നോ എന്നൊരു മെസ്സേജ് സന്ധ്യക്ക് ചെന്നിരുന്നു. ശരിക്കും ഇത് സാമുവൽ ആന്റണിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് അയച്ചതാണ്. സാമുവൽ പലതവണ തന്നെ കാണാൻ വന്നിരുന്നെന്നും സാമുവൽ പലതവണ തന്നെ കാണാൻ വന്നിരുന്നു. ലിബർട്ടി ഹോട്ടലിലാണ് അയാൾ താമസിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എലിസബത്ത് എന്നൊരു പെൺകുട്ടി ഇവിടെ അടുത്തിടയ്ക്ക് കൊല ചെയ്യപ്പെട്ടിരുന്നു. ആ
കേസിന്റെ ഡീറ്റെയിൽസ് അറിയാനാണ് സാമുവൽ ഇവിടെ എത്തിയത്. ഐറിൻ കൊല ചെയ്യപ്പെട്ട അതേ പാറ്റേണിലായിരുന്നു എലിസബത്തും കൊല ചെയ്യപ്പെട്ടിരുന്നതെന്നും ഇതുവരെ കില്ലറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് സന്ധ്യ പറയുന്നത്. എലിസബത്തിന്റെ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ ആന്റണി വിദ്യയോട് പറയുന്നുണ്ട്. സാമുവൽ മരിച്ചെന്ന വാർത്ത ന്യൂസിൽ കാണിക്കും. സാമുവലിന്റെ മരണവാർത്ത അറിഞ്ഞ് മീഡിയാസ് ആകെ പ്രശ്നമാണെന്നും ഇതിനൊക്കെ താനാണ് കാരണമെന്നും IG വിളിച്ച് ആന്റണിയോട് പറയും. എന്നാൽ സാർ ഒരു അരമണിക്കൂർ കൂടി എനിക്ക് വേണം, അതിനുശേഷം ഞാൻ അവിടെ എത്തി ഞാൻ ചെയ്ത കുറ്റങ്ങൾ സമ്മതിച്ചോളാമെന്നാണ് ആന്റണി പറയുന്നത്. ലിബർട്ടി ഹോട്ടലിലാണ് സാമുവൽ സ്റ്റേ ചെയ്യുന്നതെന്ന് വാഗമൺ SIയോട് അയാൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. സോ പോലീസ് ലിബർട്ടി ഹോട്ടലിലെത്തി അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് മിസ്സിംഗ് ആയിരുന്ന MLA പോലീസ് കണ്ടെത്തുന്നു. എലിസബത്തിന്റെ കേസ് ഡീറ്റെയിൽസ് നോക്കുന്ന ആന്റണിക്ക് എലിസബത്തിന് ഒരു ബ്രദർ ഉണ്ടെന്നും അയാൾ ലിബർട്ടി ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കും. സോ ആന്റണി ഉടനെ എലിസബത്തിന്റെ ബ്രദറായ ഇമ്മാനുവലിനെ വിളിക്കും. എന്നാൽ തിരക്കാണെന്ന് പറഞ്ഞ് ഇമ്മാനുവൽ കോൾ കട്ട് ചെയ്യും. ഇമ്മാനുവൽ തന്റെ കോൾ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ സാമുവൽ കടത്തിക്കൊണ്ടുപോയ MLA കിട്ടിയതും ഇവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ നിന്നാണ്. ഉറപ്പായും ഇവരും ഇതിൽ പങ്കുണ്ടെന്ന് ആന്റണിക്ക് മനസ്സിലാക്കും. ഒരു തവണ കൂടി ഇമ്മാനുവലിനെ വിളിക്കാൻ വിദ്യ പറയുന്നതിനാൽ ആന്റണി വീണ്ടും ആ നമ്പറിൽ വിളിക്കുമ്പോൾ കോൾ ഫോർവേഡായി തെരേസയ്ക്കാണ് കോൾ ചെല്ലുന്നത്. നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നെന്ന് തെരേസ പറയും. ആക്ച്വലി ഈ നടന്നതൊക്കെ സാമുവലിന്റെ പ്ലാൻ ആയിരുന്നു. സാമുവൽ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ ആന്റണിയും ചിലപ്പോൾ കടന്നുപോയിട്ടുണ്ടാകും. ഐറിൻ കേസിൽ തുടങ്ങിയ സാമുവലിന്റെ അന്വേഷണം എലിസബത്ത് കേസിലാണ് അവസാനിച്ചത്. എലിസബത്തിന്റെ അന്വേഷണത്തിൽ സാമുവൽ എത്തിച്ചേർന്നത് ലിറ്റിൽ ഫ്ലവർ ബോർഡിംഗ് സ്കൂളിലാണെന്നും തെരേസ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുക. ലിറ്റിൽ ഫ്ലവർ ബോർഡിംഗ് സ്കൂളിൽ വളരെ ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി. ടീച്ചേഴ്സിന് പോലും അവനെ കൺട്രോൾ ചെയ്യുക ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പഠിച്ചിരുന്ന ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ സ്കേർട്ട് അവൻ വലിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പ്രിൻസിപ്പൽ അവന്റെ അച്ഛനെ വിളിപ്പിക്കും. ആ അച്ഛൻ ആന്റണിയാണ്. ആ കുട്ടി ഫിലിപ്പായിരുന്നു. ആ തെറ്റിന് അവന്റെ അച്ഛനായ ആന്റണി ഫിലിപ്പിന് നൽകിയ ശിക്ഷ അതിലും വലുതായിരുന്നു. ആ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഫിലിപ്പിന്റെ ഡ്രസ്സ് മുഴുവൻ ആന്റണി റിമൂവ് ചെയ്ത് അതിലെ നടത്തുന്നു. ഇത്രയും മാനക്കേടുണ്ടായിട്ടും നെക്സ്റ്റ് ഡേയും അവൻ ക്ലാസ്സിലെത്തും. ഫിലിപ്പ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. ആന്റണി വളരെ റൂഡായ അച്ഛനായതിനാലാണ് ഫിലിപ്പും ഇങ്ങനെ ആയതെന്നും തെരേസ ആന്റണിയോട് പറയും. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ആന്റണി ഫിലിപ്പും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ എത്തിയിരുന്നല്ലോ. ആ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു ഫിലിപ്പിന്റെ ഉള്ളിലെ ടോക്സിസിറ്റി കൂടുതലാണ്. അവനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഒരു ഫെമിനിസ്റ്റായ എലിസബത്തുമായി അവൻ പ്രണയത്തിലായി. എന്നാൽ അവളുടെ ഫെമിനിസം അവന്റെ സൈക്കോപാത്തിനെ ട്രിഗർ ചെയ്തെന്നും അങ്ങനെ അവൻ തന്നെയാണ് എലിസബത്തിനെ കൊന്നതെന്നും തെരേസ പറയും. ഫിലിപ്പിന്റെ ഫ്രണ്ടായ രാജീവും ഈ കാര്യങ്ങൾ സാമുവലിനോട് സമ്മതിക്കുന്നത് കാണിക്കും. സ്മാർട്ട്നെസ് കാണിക്കുന്ന പെൺകുട്ടികളോട് അവൻ ഇന്ന് കലിപ്പായിരുന്നെന്നും രാജീവ് പറയുന്നു. ഐറിൻ റെസ്റ്റോറന്റിൽ വെച്ച് ആന്റണിയോടും ഫിലിപ്പിനോടും ദേഷ്യത്തിൽ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ മുതൽ ഫിലിപ്പിന് അവളോട് പകയുണ്ടായിരുന്നു. ഐറിൻ മരിക്കുന്ന അന്ന് നൈറ്റ് ആന്റണിയോട് ദേഷ്യപ്പെട്ട് ഐറിൻ പോകുമ്പോൾ ആന്റണി അവളെ ഫോളോ ചെയ്യും. ഇത് കണ്ട് ഫിലിപ്പും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആന്റണി വേറെ വഴിക്ക് പോകും. പക്ഷെ ഫിലിപ്പ് അവളെ ഫോളോ ചെയ്ത് വണ്ടി തടഞ്ഞു നിർത്തും. ഫിലിപ്പിനൊപ്പം രാജീവും ഉണ്ടായിരുന്നു. എന്നാൽ രാജീവ് ആകട്ടെ ഡ്രഗ്സ് അധികമായി യൂസ് ചെയ്ത് പാതി മയക്കത്തിലായിരുന്നു. ആണുങ്ങളുടെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യത്തിൽ താഴെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് ഐറിന്റെ തല അവൻ അടിച്ചു പൊട്ടിക്കും. പലതവണ വളരെ ക്രൂരമായി അവൻ അടിക്കുന്നു. ഇങ്ങനെ അവളെ കൊന്നതിനു ശേഷം അവളുടെ നാവും ചൂണ്ടുവിരലും അവൻ മുറിച്ചു മാറ്റും. ഇതൊക്കെ രാജീവ് സാമുവലിനോട് പറയുന്നത് കാണിക്കും. രണ്ട് പെൺകുട്ടികളെയാണ് വളരെ ക്രൂരമായി ഫിലിപ്പ് കൊന്നിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് ആന്റണിയും അറിയുന്നത്. എന്റെ മകൻ എവിടെയെന്ന് ആന്റണി തെരേസയോട് ചോദിക്കുമ്പോൾ നിനക്കുള്ള അവസാന ക്ലൂ ഇതാണെന്ന് പറഞ്ഞ് ഒരു നമ്പർ പറഞ്ഞു കൊടുത്ത് തെരേസ മരിക്കും. തെരേസയും പോയിസൺ കഴിച്ചിരുന്നു. എന്നാൽ തെരേസ പറഞ്ഞ നമ്പർ ആകട്ടെ ആന്റണിയുടെ ഫോൺ നമ്പർ തന്നെയാണ്. ചിലപ്പോൾ ആന്റണിയുടെ വീട്ടിലാകാൻ ഫിലിപ്പിനെ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് സംശയിച്ച് മെഡിക്കൽ ടീമും മറ്റ് പോലീസുകാരുമായി ആന്റണി വീട്ടിലെത്തും. മുറ്റത്തായി ആരെയോ കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് അവർ മണ്ണ് മാന്തി നോക്കുമ്പോൾ ആ കുഴിക്കുള്ളിൽ രാജീവാണ് ഉണ്ടായിരുന്നത്. അവന് ഓക്സിജൻ നൽകിയാണ് സാമുവൽ കുഴിച്ചിട്ടിരിക്കുന്നത്. സോ ജീവനുണ്ടായിരുന്നതിനാൽ രാജീവിനെ ഉടനെ അവർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എങ്കിലും ഫിലിപ്പ് എവിടെയാണെന്നറിയാതെ ആന്റണി ആകെ ഇമോഷണൽ ആകും. അവൻ ഫിലിപ്പിനെ അന്വേഷിച്ച് വന്ന വഴികളിലൂടെയും സാമുവലിന്റെ പ്ലാനുകളുമൊക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കും. മൊത്തം 5 ക്ലൂ ആണ് സാമുവൽ ആന്റണിക്ക് നൽകിയത്. ഈ 5 ക്ലൂവിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുമ്പോൾ പിയാത്ത എന്നാണെന്ന് ആന്റണിക്ക് മനസ്സിലാകും. പിയാത്ത കുരിശിൽ മരിച്ച ഈശോയുടെ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തിയ രൂപം. അത് ആന്റണിയുടെ വൈഫായ മേരിയെ അടക്കം ചെയ്ത പള്ളിയിലായിരുന്നു. ഉറപ്പായും ഫിലിപ്പിനെ മേരിയുടെ കല്ലറയ്ക്കുള്ളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആന്റണി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. അവിടെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഫിലിപ്പിനെ ആന്റണി രക്ഷിക്കുമോ എന്ന് തെരേസ സാമിനോട് ചോദിക്കും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി
മനസ്സിലാക്കി ഉറപ്പായും ആന്റണി ഫിലിപ്പിനടുത്തെത്തും. എന്നാൽ പഴയ ആന്റണി ആയിട്ടായിരിക്കില്ല അവൻ അവിടെ എത്തുക, സാമുവൽ ആയിട്ടായിരിക്കും, തെരേസയായിട്ടായിരിക്കും എന്ന് സാമുവൽ പറയും. താൻ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ പശ്ചാത്താപിച്ചുകൊണ്ടാകും ആന്റണി ആ കല്ലറയ്ക്ക് അടുത്തെത്തുക. മക്കനെ രക്ഷിക്കാൻ അവിടേക്ക് ഓടിയെത്തുന്ന ആന്റണി ഒരു നിമിഷം ചിന്തിക്കും, നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ പാപമൊക്കെ ഞാനും എന്റെ മകനുമാണ് അനുഭവിക്കുകയെന്ന് മേരി പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് വരും. രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി കൊന്ന ഫിലിപ്പിനുള്ള ശിക്ഷ ഇതാകുമെന്ന് മനസ്സിലാക്കി ആന്റണി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ആ കല്ലറയിൽ തലവെച്ച് അവൻ പൊട്ടിക്കരയുന്നു. ആന്റണി അവന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഐജിയുടെ മുന്നിൽ കീഴടങ്ങും. എലിസബത്തിനെയും മയറിനെയും ഞാനാണ് കൊന്നതെന്ന് ആന്റണി ഏറ്റുപറയും. തന്റെ മകൻ ചെയ്ത കുറ്റം ഞാനാണ് ചെയ്തു പറഞ്ഞ് ശിക്ഷ സ്വീകരിക്കുന്ന ആന്റണിയെ കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുക. ഈ മൂവിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.